ഫാത്തിമാ കൂട്ടായ്മ. നമുക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോമിശിഹായിക്ക് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാളാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം തന്നെയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം ഏതാണ്? ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിന്റെ 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഒരാൾ ഉറച്ച് വായിക്കാമോ? നിങ്ങൾ എവിടുന്ന് വായിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിന്റെ 4 മുതൽ വായിച്ചോ. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടു കിട്ടുവോളം തേടി പോകാത്തത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈശോ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുക. എന്താണ് ചോദ്യം? എന്താണ്? നിങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്നിനെ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്ന 99-നെയും എവിടെ വിട്ടിട്ടാ? മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ തിരകി പോകാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? യേശു നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, തേടി പോകാത്തതായി നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നമ്മളോട് ദൈവം ചോദിക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു മേഖല ഇങ്ങനെയാണ്: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ? എത്ര എണ്ണം നമുക്കുണ്ട്? 100 ആടുകളുണ്ട്. അതിൽ എത്ര എണ്ണം നഷ്ടപ്പെട്ട്? 1 എണ്ണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ ഈ ഉപമ നമുക്ക് മനസ്സിലാവൂ. ഈ അധ്യായത്തിന്റെ ഹെഡിങ് എന്താണ്? കാണാതായ ആടിന്റെ ഉപമ. അപ്പൊ കാണാതെ പോയ ആടിന്റെ ഉപമ. പ്രിയമുള്ളവരെ, കാണാതെ പോയ ആടിന്റെ ഉപമ ആരാ പറയുന്നേരാ? ഈശോയാണ് പറയുന്നത്. ഈ കാണാതെ പോയ ആടാരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് ആടുകളുടെ ഇടയൻ. അപ്പൊ ഈശോ ഇടയനാണെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ആടുകളാണ്. അപ്പോൾ ഇവിടെ ഈശോ പറഞ്ഞിരിക്കുന്ന ഈ ആടിന്റെ ഉപമയിൽ കാണാതെ പോയൊരു ആടിനെ കുറിച്ചുള്ള ഉപമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളെയും കർത്താവ് അവിടുന്ന് വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈശോ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് 100 ആടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കെ അതിന് എത്ര എണ്ണം നഷ്ടപ്പെട്ട്? 1 എണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ആ 100-ൽ 99-നെയും മരുഭൂമിയിൽ എവിടെയാ? മരുഭൂമിയിൽ വിട്ടിട്ട് പിന്നെ എവിടെയാണ്? ആ കാണാതെ പോയതിനെ അന്വേഷിച്ചു പോകാത്തതായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ഈശോ നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലരും പറയുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ്, എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ അത് 3 പേരും ദൈവത്തിന്റെ മുന്നിൽ അനുഗ്രഹമാണ്. എന്നാൽ ഒരുവൻ എങ്ങനെയാ? അവൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. അവനെപ്പോഴും മദ്യപിച്ച് ലക്കുകെട്ട് അവൻ്റെതായ മേഖലയിലൂടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എന്താണ്? അവന് ഞാനങ്ങ് പറഞ്ഞു. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആരും ഒന്നും പറയാറില്ല. ഞാൻ അവനെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുക. കാരണം എന്താ? അവൻ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാറില്ല. അവൻ നമ്മൾ വിളിക്കുന്ന വഴി വരാറുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പറഞ്ഞു. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? അപ്പൊ പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് മറുപടി പറയണം. കാരണം നമ്മളിതൊരു സിനിമ തിയേറ്ററിലിരുന്ന് സിനിമാണുമല്ല. പകരം എന്താണ് ചെയ്യുന്നത്? വചനം ശ്രവിക്കുകയാണ്. വചനം ശ്രവിക്കുമ്പോൾ ഈ വചനം എന്നിൽ എന്തായി മാറണം? എന്നിൽ മാംസം ധരിക്കണം. എന്നിൽ മാംസം ധരിക്കണം. എങ്കിൽ മാത്രമേ, പ്രിയമുള്ളവരെ, വചനം പറയുന്നത് എന്താണ്? വചനം ആരുടെ അടുക്കലേക്ക് വന്നോ? വചനം ആരുടെ അടുക്കലേക്ക് വന്നോ അവരെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അതെ. അപ്പൊ കർത്താവിന്റെ മുന്നിൽ ഞാനൊരു അനുഗ്രഹമായി മാറാത്തതിന്റെ ഏറ്റവും വലിയൊരു മേഖല എന്ന് പറയുന്നത് എന്നിൽ എന്തില്ല? വചനമില്ല. വചനമില്ലാത്ത ഒരു വ്യക്തിക്കും ഈ ഭൂമിയിൽ എന്തായി മാറാൻ പറ്റില്ല? അനുഗ്രഹമായി മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടെയും നമ്മൾ വളരെ കർത്താവിന്റെ കൃപയിൽ നിറഞ്ഞിരിക്കണം. കാരണം പറയുന്ന വചനങ്ങൾ അപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ എന്തായണം? ഹൃദയത്തിൽ സംക്രമിക്കണം.
പരിശുദ്ധ കന്യക മാതാവ് വചനം എവിടെ സംക്രമിച്ചു? ഹൃദയത്തിൽ മാതാവ് വചനം സംക്രമിച്ചപ്പോൾ മാതാവ് എന്തായി മാറി? ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറി. പ്രിയമുള്ളവരെ, നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ദാനിയേലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന ഉപവാസം എടുത്ത് ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോഴും അവിടെയും ദൈവം പറയുന്ന ഒരു വചനഭാഗമാണ് ദാനിയേൽ ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാനിയേലേ. കണ്ടോ, വചനം കേൾക്കുന്നവരും വചനം ശ്രവിക്കുന്നവരും വചനം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരും ഒക്കെ ദൈവത്തിന് ആരാണ്? പ്രിയപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്കെന്ന് പറയാമോ? നമ്മൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി തീരുമ്പോൾ ഒന്നാമതായി നടക്കുന്നത് എന്താണെന്ന് പറയാമോ? ഏതാ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തെ ആരൊക്കെ മാനിക്കുന്നോ അവരെല്ലാവരും നമ്മളെയും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ദൈവവചനം നമ്മൾ അനുസരിച്ച് വചനം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് വചനമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒന്നാമതായിട്ട് ദൈവത്തെ ആരൊക്കെ മാനിക്കുന്നോ അവരെല്ലാവരും ദൈവവചനം കൊണ്ടു നടക്കുന്ന വ്യക്തിയെയും മാനിക്കും, ഉറപ്പാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എവിടെയാണ് നമ്മൾ കാണുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. എവിടെയാണെന്നറിയാമോ? എവിടെയാ? അവിടുന്ന് ഒരു മുടന്തനെ, ആരാണ്? ഒരു മുടന്തനെ യോഹന്നാനും പത്രോസ്ലീഹായും കൂടി എന്ത് ചെയ്യുന്നു? സുഖപ്പെടുത്തുന്നു. എവിടെയാ? സുഖപ്പെടുത്തുന്നു. എങ്ങനെയാ അവര് സുഖപ്പെടുത്തിയത്? സുന്ദര കവാടത്തിലിരുന്ന് എന്ത് ചെയ്യാണ്? ഭിക്ഷയാചിക്കുകയാണ്. സുന്ദര കവാടം എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു ദേവാലയത്തിന്റെ ഏറ്റവും ഫ്രണ്ട് വശമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സ്ഥിരമായി ഒരു മുടന്തനെ അവിടെ ആൾക്കാർ എടുത്തു കൊണ്ടുവന്നിരുത്തും. എന്തിനു വേണ്ടിയാ? ഭിക്ഷയാചിക്കാൻ. നമുക്കറിയാം, നമ്മുടെ തിരുനാളൊക്കെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഇടവകയിലും ഇതുപോലെയാണ്. അനേകങ്ങൾ അവിടെ വരും. ഇതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് നടന്ന് വരുന്നവരാണോ? രണ്ട് കാലില്ലാത്തവര്, തളർന്നു കിടക്കുന്നവർ, ഇവരൊക്കെ അവിടെ വരും. അവരെങ്ങനെ വരുവാ? അവരെ പലരും എടുത്തുകൊണ്ട് വരുക. എന്തിനു വേണ്ടിയാണ്? വചനം കേൾക്കാനാണോ? അല്ല, പിന്നെയോ? ഭിക്ഷയാചിക്കാനാണ്. ഇതുപോലെ കർത്താവിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ്, ഭിക്ഷ യാചിക്കുവാനായി സുന്ദര കവാട ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിലിരുന്ന ഒരു മുടന്തൻ, അവൻ പത്രോസ്ലീഹായും യോഹന്നാൻ സ്ലീഹായും കടന്നു വരുമ്പോൾ പത്രോസിന്റെയും യോഹന്നാന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് പറയാണ്, എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. പ്രിയമുള്ളവരെ, അവിടെ വചനം പറയാണ്, പത്രോസ്ലീഹ യോഹന്നാന്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്താ പറഞ്ഞേ? എന്താ? നീ ഞങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുക. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹ യോഹന്നാന്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, നീ ഞങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കുക. അതിനുശേഷം എന്താ പറഞ്ഞ പത്രോസ്ലീഹ പറയാണ്, സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ ഇതൊന്നുമില്ല, എന്നാൽ എന്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അവൻ എന്നും എന്ത് ചെയ്യാണ്? അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുക. ഈ ആൾക്കാരും അവന് കൊടുക്കുന്ന ഓരോ ചെമ്പ് തുട്ടുകളോ വെള്ളിത്തുട്ടുകളോ സ്വർണ്ണത്തുട്ടുകളോ ഒന്നും അവൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ എന്തായി മാറിയില്ല. നിത്യജീവനായോ അനുഗ്രഹമായോ അവൻ ഒരിക്കലും മാറ്റപ്പെടുവാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, എന്നാൽ പത്രോസ്ലീഹ പറയാണ്, പത്രോസ്ലീഹ യോഹന്നാനോട് ചേർന്ന് രണ്ടുപേരും കൂടെ പറയാണ്, നീ ഞങ്ങളിലേക്ക് നോക്കുക. അവന് ഭയങ്കര സന്തോഷം. അവരവരെ നോക്കി, ഇല്ലേ? ആ മുടന്തൻ എന്ത് ചെയ്ത്? അവരെ നോക്കി. എന്തിനു വേണ്ടി അവൻ നോക്കിയത്? ഇവരെ കയ്യിൽ നിന്ന് എനിക്ക് എന്തോ വലിയ കാര്യം അവരെനിക്ക് തരാൻ പോകുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഉടനെ പത്രോസ് പറയാണ്, എന്താ പറഞ്ഞത്? വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. പ്രിയമുള്ളവരെ, പത്രോസ് ആ മുടന്തന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറയാണ്, നീ ഞങ്ങളിലേക്ക് നോക്ക്. നോക്കിയപ്പോൾ തന്നെ പറയാണ്, നീ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഒന്നും, എന്നാൽ ഞങ്ങളിലുള്ളത് ഞങ്ങൾ നിനക്ക് തരാൻ പോവുകയാണ്. ഞങ്ങളിലുള്ളതിനെ. പ്രിയമുള്ളവരെ, എന്തായിരുന്നു പത്രോസിലും യോഹന്നാനിലും ഉണ്ടായിരുന്നത്? വിശുദ്ധ പത്രോസ് അപ്പോസ്തലനും വിശുദ്ധ യോഹന്നാനിലും എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവർ രണ്ടുപേരും കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറയാണ്, നസറയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, നീ എണീറ്റ് നടക്കുക. ജന്മനാ മുടന്തൻ, ഇന്ന് വരെ അവൻ നടന്നിട്ടില്ല. പ്രിയമുള്ളവരെ, അവൻ ആ സുന്ദര കവാടത്തിലിരുന്ന് എത്രയോ കാലങ്ങൾ കൊണ്ട് ഭിക്ഷ തേടുകയാണ്. എന്തുമാത്രം ആൾക്കാർ അവനെ സഹായിച്ചിരുന്നു. എന്നാൽ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധ വചനം നിറഞ്ഞൊരു വ്യക്തി, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നിറഞ്ഞ വ്യക്തി, ആ വ്യക്തി അവന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ ഇതാ അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത രീതിയിൽ വലിയൊരു അനുഗ്രഹം അവന്റെ ജീവിതത്തിലേക്ക് വലതുകരമുയർത്തി പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധ വചനം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൈകൂട്ടിലുണ്ടായിരിക്കണം, നമ്മുടെ കൈമുതലായിരിക്കണം വചനം. ഒരു വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ, ഈ ലോകത്തിലുള്ള വ്യക്തികളൊക്കെ പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ല. ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കത്തില്ല.
പക്ഷേ അവർ നമുക്ക് എങ്ങനെ വേദനയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും തന്നാലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായി മാറണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവണം? വചനം ഉണ്ടാവണം. പ്രിയമുള്ളവരെ, വചനം ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ വചനമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വചനത്തിന്റെ ശക്തി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം വചനത്തിന്റെ ശക്തി എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും, ചിലപ്പോൾ ഞാൻ കള്ളത്തരങ്ങൾ മാത്രമായിരിക്കാം പറയുന്നത്. എന്തായിരിക്കാം? കള്ളത്തരങ്ങൾ മാത്രമായിരിക്കാം. പക്ഷെ അത് കള്ളത്തരമാണെന്ന് എനിക്ക് ബോധ്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്നത് കള്ളത്തരമാണെന്നും അതുപോലെ ഇതുപോലെ ഈ കാര്യങ്ങൾ പറഞ്ഞു നടന്ന എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, അനുഗ്രഹമായി മാറത്തില്ല എന്ന് എനിക്കൊരു ബോധ്യമില്ലാത്ത എന്തുകൊണ്ടാണ്? എന്നിൽ എന്തില്ല? വചനമില്ല. പ്രിയമുള്ളവരെ, വചനം ആരുടെ അടുക്കലേക്ക് വന്നു? അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. എൻ്റെ ജീവിതത്തിലും ഒരു ദൈവമായി ഞാൻ മാറുവാൻ ദൈവവചനം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ കർത്താവിന്റെ വചനം പറയാണ്, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു പോകാത്തതായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ആടുകളെ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഭവനത്തിലാണ്, നിങ്ങളുടെ ജീവിതത്തിലാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളിലൂടെയോ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്ക് നഷ്ടങ്ങളും ജീവിതത്തിന്റെ അവസ്ഥകളും ഉണ്ടാകാം. എന്നാൽ നഷ്ടപ്പെട്ടു പോയതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ദൈവം ഒരിക്കലും നമ്മളോട് എന്ത് പറഞ്ഞിട്ടില്ല? നമ്മളോട് പറഞ്ഞിട്ടില്ല. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ തിരിച്ച് നിങ്ങൾ കൊണ്ടുവരണം. ഈ 99 അവൻ ഉപേക്ഷിച്ചെന്നാണോ വചനം പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്തെന്നാ? വിട്ടിട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉപേക്ഷിക്കുന്നതും വിട്ടിട്ട് പോകുന്നതും രണ്ടാണ്. അങ്ങനെയല്ലേ? ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ എനിക്ക് അതിനെ വേണ്ട, അതാണ് ഉപേക്ഷ എന്ന് പറഞ്ഞത്. ഞാൻ അതിനെ കളഞ്ഞു. ഇവിടെ ഈശോ കയ്യിലുണ്ടായിരുന്ന 99 ഉപേക്ഷിച്ചെന്നാണ് പറഞ്ഞത്. അല്ല, പിന്നെയോ ആ 99 അവൻ മരുഭൂമിയുടെ പ്രത്യേകത എന്താ പറഞ്ഞോ? ഒന്നുമില്ല, മരുഭൂമിയാണ്. അവിടെ ഒന്നുമില്ല. അവിടെ ജീവനുള്ളതായിട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാൻ. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, ഈ ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ കയ്യിലിരുന്ന 99 അവൻ ഉപേക്ഷിച്ചിട്ടാണോ പോയത്? അവൻ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ അതെന്താണ്? അവന്റെ കയ്യിലുണ്ടായിരുന്ന 99 ഏത് കാലാവസ്ഥയിലും ഏത് പ്രതിസന്ധിയിലും പൊരുതുവാൻ ഉറച്ച് കർത്താവിൽ നിന്ന് അഭിഷേകം സിദ്ധിച്ചവരാണ്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? 99 കർത്താവ് ഉപേക്ഷിച്ചിട്ടല്ല, പിന്നെയോ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ തേടി അവൻ പോയെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് കർത്താവ് എന്ത് ചെയ്ത്? അതിനെയെല്ലാം കർത്താവ് പൂർണ്ണമായും അഭിഷേകമാക്കി മാറ്റി നിർത്തിയൊക്കെയാണ്. ഇതിന് എവിടെ വിട്ടിട്ട് പോയാൽ ഇത് എന്ത് ചെയ്യില്ല, ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് ആർക്കുറപ്പുണ്ട്? അവൻ ഉറപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താനായിട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളതിനെ എന്നും നമ്മുടെ കൂടെ തന്നെ നിർത്തുവാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ഒരുക്കത്തിൽ അത് കൈക്കൊള്ളൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് അല്ല നമ്മൾ കടന്നു പോകേണ്ടത്. പ്രിയമുള്ളവരെ, അവൻ അതിനെ തിരക്കിപ്പോയി. ആ ഒരെണ്ണത്തിന് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചില വ്യക്തികളോടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറഞ്ഞോ, നമുക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരല്ലേ? അതോ നിങ്ങളെല്ലാം വിശുദ്ധരാണോ? അന്നോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാവരോടും നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരെയും എന്നെ പോലെ എനിക്ക് കാണാൻ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എന്നെ പോലെ എനിക്ക് പറ്റുന്നില്ല അല്ലേ? പലരോടും സ്നേഹത്തിന് ചില കുറവുകള് കൂടുതലുകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? എല്ലാരെയും ഒരേ അളവിൽ നമുക്ക് പറ്റുമോ? എന്തുകൊണ്ടാണെന്ന് എനിക്ക് എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാ? പറഞ്ഞോ. എന്നിൽ ദൈവത്തിന്റെ സ്നേഹമില്ല. യോഹന്നാൻ 3:16 വായിക്കാമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചേ. കിട്ടിയാട് പെട്ടെന്ന് എടുത്തോ. ലൂക്ക കഴിഞ്ഞിട്ട് അടുത്തത് യോഹന്നാനാ. അതിന്റെ 3:16 പറഞ്ഞത് ഇത്രയും കിടന്ന് മണ്ടിക്കായി. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ എങ്ങനെ? നിത്യജീവൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ അത് മറിച്ച് കളയില്ല. നിങ്ങളുടെ അടുത്ത് ബൈബിൾ എടുക്കാൻ പറഞ്ഞ ലൂക്ക കഴിഞ്ഞ അടുത്ത പുസ്തകമാണ് ഏതാണ്?
യോഹന്നാൻ. എന്നിട്ട് പോലും അരമണിക്കൂറാണ് നിങ്ങൾ ആ ബൈബിൾ ഒന്ന് മറിച്ച് ആ യോഹന്നാന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കർത്താവിന്റെ വചനം പറയാണ്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന, ആരിൽ വിശ്വസിക്കുന്നയാ? ഈശോയിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ. ഒരുവൻ നശിച്ചു പോകാൻ പാടില്ല, പക്ഷേ നശിച്ചു പോകരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇവരെല്ലാം നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത് കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഈശോ പറയാണ്, ഒരുവൻ പോലും നശിച്ചു പോകാൻ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെയാണത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ അനുഗ്രഹം പ്രാപിക്കാനേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവരോ ദേശത്തുള്ളവരെല്ലാം അനുഗ്രഹം പ്രാപിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? ദൈവത്തിന്റെ വചനം എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരുടെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരുവൻ പോലും നശിച്ചു പോവാതിരിക്കാൻ നിത്യജീവൻ അവകാൻ. ഈ നശിച്ചു പോവാത്ത വ്യക്തികളെല്ലാം നിത്യജീവനിലേക്ക് പ്രവേശിക്കണം. പ്രിയമുള്ളവരെ, 2025 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുത്താ മലയിലെ കുരിശിൽ എനിക്കും നിനക്കും വേണ്ടി എന്റെയും നിന്റെയും ദൈവം പീഡകൾ സഹിച്ച് മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? നിത്യജീവനാണ്. ചേർന്ന് പറഞ്ഞേ, ഈശോ എന്തിനു വേണ്ടിയാ മരിച്ചത്? നിത്യജീവൻ. ഞാനും നീയും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി. എന്റെ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് ഞാൻ പ്രവേശിക്കണമെന്നുള്ളത് കർത്താവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായതുകൊണ്ടാണ് അവൻ തന്നെ എന്ത് ചെയ്ത്? മരണത്തിന് വിട്ടുകൊടുത്തു. പ്രിയമുള്ളവരെ, അവൻ പീഡകൾ സഹിച്ചു, അവൻ വേദനിച്ചു, അവൻ എന്ത് സ്വീകരിച്ചു? അവൻ തന്റെ മരണത്തിലൂടെ നമ്മെ എന്ത് ചെയ്തു? മരണത്തിലൂടെ നമ്മെ രക്ഷിച്ചു. അപ്പൊ കർത്താവിന്റെ രക്ഷ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത് എന്റെ മുന്നിലും പിന്നിലും ഒക്കെ താമസിക്കുന്നവർ, ഈ ലോകത്തിന്റെ പകല മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ എന്തായി മാറണം? അവരെല്ലാം അനുഗ്രഹമായി മാറാൻ പറ്റുന്ന രീതിയിൽ എന്റെ പ്രവൃത്തികൾ, എന്റെ ജീവിതത്തിൽ ഞാൻ ചില ആൾക്കാരെ മാത്രം സ്നേഹിക്കുകയും മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നത് അത് കർത്താവിൻ്റെതായ ഒരു മേഖല അല്ല. എന്റെ തമ്പുരാന്റെ ഹിതമല്ല അത്. പിന്നെ എന്താണ് എന്റെ ദൈവത്തിന്റെ പദ്ധതി? എന്താണ്? ഒരുവൻ പോലും നശിച്ചു പോകരുത്. എന്റെ ചുറ്റുപാടും താമസിക്കുന്ന വ്യക്തിയെ നമ്മൾ ഇന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ചുറ്റുപാടും, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന? നമ്മളൊരു വ്യക്തിയോട് സഹകരിക്കാറില്ല. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ആ വ്യക്തിയായിട്ട് സഹകരിക്കാത്തത്? അപ്പൊ നമ്മൾ പറയുന്ന മറുപടി എന്താണ്? അവൻ എല്ലാ സമയങ്ങളിലും മദ്യപിച്ച് ലക്കുകെട്ട് അവൻ തിന്മ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഞാൻ എങ്ങനെ അവനോട് സഹകരിക്കും? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈശോ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? പറഞ്ഞോ? പാപികളെ തേടി. എനിക്ക് സംശയമാണ് അത് പറഞ്ഞാൽ ശരിയാകുമോ എന്ന്. കാരണം എന്താ? ഞാൻ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്, എനിക്ക് ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കാനേ പറ്റുന്നില്ല, മറുപടിയും എല്ലാം ഇവിടുന്ന് തന്നെ. ഈശോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി പറയാൻ പറ്റാത്ത ഞാനും വിശുദ്ധ കുർബാന പോയി സ്വീകരിക്കുകയാണ്. എന്തിനാ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്? പാപികളെ തേടി. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടി അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നീതിമാന്മാരെ ഈശോ തേടി വന്നിട്ടില്ല. കാരണം എന്താ? നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവ കൽപ്പനകൾ അനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നു എന്നാണ് നീതിമാന്മാരെന്ന് പറയുമ്പോൾ. അപ്പോൾ പാപികളെ സംബന്ധിച്ച് നീതിമാൻ ആയിരുന്ന വ്യക്തി പാപം ചെയ്യുമ്പോഴാണ് അവൻ ആരല്ലാതാകുന്നത്? നീതിരഹിതമായ പ്രവൃത്തിയിലൂടെ അവന്റെ നീതി നഷ്ടപ്പെടുമ്പോൾ അവൻ പാപിയായി മാറുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാനെ തേടി അല്ല, പിന്നെയോ പാപിയെ തേടിയാണ്. പ്രിയമുള്ളവരെ, പാപിയെ തേടിയാണ് കർത്താവ് വന്നതെങ്കിൽ ഓരോ പാപിക്കും കർത്താവിന്റെ മുന്നിലേക്ക് എത്തപ്പെടുവാൻ ഞാനും നീ എന്ത് ചെയ്യണം? വഴിയൊരുക്കണം. ഞാനും നീ എന്ത് ചെയ്യണം? ഓരോ പാപിയും കടന്നു പോകുന്ന വഴികളിൽ നിന്നും അവനെ കർത്താവിങ്കിലേക്ക്, യേശുവിലേക്ക് നടത്തേണ്ടത് എന്റെയും നിന്റെയും കടമയാണ്. എന്നെയും നിന്നെയും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ട് കർത്താവ് അവിടെ എന്നെ വിളിച്ചെങ്കിൽ, ഏലിയ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, ഏലിയായെ വിളിച്ചപ്പം ഏലിയ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനല്ലാതെ ഈ ഭൂമിയിൽ ആരും ജീവിച്ചിരിപ്പില്ല. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരാരും, കർത്താവിന്റെ ഹിതമായി ദൈവത്തെ ആരാധിക്കാൻ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി പോലും ഭൂമിയിലില്ല. ഈശോ എന്താ പറഞ്ഞ? എലിയോട് എന്താ പറഞ്ഞ? എലിയോട് പറഞ്ഞത്, എന്നെ ആരാധിക്കുവാൻ 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങള്? എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ
എന്റെയും നിന്റെയും വിളി എന്ന് പറയുന്നത് പാപിയായിരിക്കുന്നവരെ, പാപാവസ്ഥയിൽ ജീവിക്കുന്നവരെ ആ മേഖലയിൽ നിന്നും കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിക്കലാണ്. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷെ ഞാൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ഞാൻ അവരുമായിട്ട് മിണ്ടാട്ടം പോലും ഇല്ല. കാരണം എന്താ? മിണ്ടിക്കഴിഞ്ഞാൽ ഈശോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ആഗ്രഹിക്കരുത്. അത് കർത്താവിന്റെ ഹിതമായ ഒരു ആഗ്രഹമേ അല്ല. പിന്നെയോ, ഈ ലോകത്തിലുള്ള ആരെല്ലാം ഏതെല്ലാം രീതി ജീവിച്ചാലും അവരെയൊക്കെ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിക്കണം. അതാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ജീവിതം. ഇവിടെ വചനം പറയാണ്, ഒരുവന് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ, 100 എണ്ണം ഉണ്ടായിരുന്നപ്പോഴാണ് അതിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അവൻ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട്, എവിടെയാണ്? മരുഭൂമിയിൽ വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന് അത്രത്തോളം നല്ല ഉറപ്പാണ്. ഞാൻ ഈ മരുഭൂമി ജീവിതത്തിൽ, മരുഭൂമി അനുഭവത്തിൽ വിട്ടിട്ട് പോയാലും ഇവയൊന്നും എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് അത്രത്തോളം ഉറപ്പുള്ളതാണ് കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ 99. ആ 99നെ അവൻ അവിടെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി അവൻ പോയി. അവന് ഉറപ്പായിരുന്നു. എന്തായിരുന്നു അവന്റെ ഉറപ്പ്? ഞാൻ എത്ര കാലം കഴിഞ്ഞു വന്നാലും, ഞാൻ ഈ കാണാതെ പോയതിനെ അന്വേഷിച്ച് എവിടുന്ന് കണ്ടെത്തി വന്നാലും, ഞാൻ ഇവിടെ വിട്ടിട്ട് പോയി ഈ 99 എന്താവത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് അതിന്റെ തന്നെ 15-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? 15-7. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തില് കൂടുതൽ സന്തോഷം ഉളവാകുന്നു. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ പരിശുദ്ധ വചനം പറയാണ്, അതുപോലെ തന്നെ അനുതാപമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീതിമാന്മാർക്ക് അനുതപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അനുതാപമില്ലാത്ത 99 നീതിമാന്മാർ അവർ അനുദപിക്കുന്നില്ല. അവർ പറയാണ്, ഞങ്ങൾ എന്താ ചെയ്യുന്ന? ഞങ്ങൾ ഒരിക്കലും പാപം ചെയ്യാറില്ല. ഈശോയുടെ മുന്നിലേക്ക് അതല്ലേ പറഞ്ഞത്? നീ വചനങ്ങളെല്ലാം, കർത്താവിന്റെ മുമ്പിലേക്ക് ഒരു പരസ്യം വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു? കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. അവൻ അന്ന് വരെ കർത്താവിന്റെ മുന്നിൽ മോശയിലൂടെ ദൈവം നൽകിയ 10 പ്രമാണങ്ങളും അനുസരിച്ച് തന്നെയാണ് അവൻ ജീവിക്കുന്നത്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം പറയാണ്, അതുപോലെ തന്നെ അനുതാപമില്ലാത്ത, അനുതാപം ആവശ്യമില്ലാത്ത, അവര് പറയാണ്, ഞങ്ങൾക്ക് അനുതപിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം ഞങ്ങൾ പാപം ചെയ്യുന്നില്ല, ഞങ്ങൾ കൽപ്പനകളെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വചനം പറയാണ്, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കിയേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ജീവിതത്തിൽ ഒരു വ്യക്തിയിലേക്ക് അനുതാപം കടന്നു ചെല്ലണം. അനുതപിക്കാൻ ദൈവം അവസരം തരും. അപ്പോൾ അനുതപിക്കാത്ത പാപി ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. കർത്താവ് പറയാണ്, നിങ്ങൾ 99 നീതിമാന്മാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ ഇന്ന് പോലെ ജനിച്ച കാലം മുതൽ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ ഒരു പാപവും ചെയ്യുന്നില്ല, നിങ്ങൾ ദശാംശം കൊടുക്കുന്നു, എല്ലാം ഓക്കെ തന്നെ. എന്നിട്ട് കർത്താവ് പറയാണ്, ഇന്നലെ വരെ പാപത്തിൽ മാത്രം, പാപത്തിന്റെ കുത്തൊഴുക്കിൽ മാത്രം നടന്ന ഇവൻ അനുദപിച്ചെങ്കിൽ, നിങ്ങൾ ഇന്ന് വരെ പാപം ചെയ്യാതെ ജീവിച്ച നിങ്ങളെ 99 നീതിമാന്മാരെക്കാൾ സ്വർഗം സന്തോഷിക്കുന്നത് ഇന്നലെ വരെ പാപത്തിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നതിനെത്താ? അനുദപിക്കുന്നതിനെ ഓർത്താണ്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്തീൻ. ആരാണ്? അഗസ്തീൻ ജീവിതത്തിൽ എങ്ങനെയാ ജീവിച്ചത് നമുക്കറിയാലേ. പാപത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ് അഗസ്തീൻ. അഗസ്തീന്റെ അമ്മ പറയുമ്പോഴും ഒന്നും അവൻ ഒരിക്കലും അനുദപിക്കാനോ മറ്റവസ്ഥയിലേക്ക് ഒന്നും കടന്നു പോകാനായിട്ട് അവന് സാധിച്ചില്ല. എന്നാൽ ഒരിക്കൽ അവൻ അവിടെ ഇരുന്ന ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ അതിലൂടെ കിട്ടിയ വചനത്തിന്റെ ശക്തിയാൽ അവൻ എന്ത് ചെയ്തു പറ്റി? അവൻ അനുദപിക്കാൻ ഒരു അവസരം കിട്ടി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ അവൻ അനുദപിച്ചപ്പോൾ അവൻ ആരായി മാറി? ഇന്ന് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒരുവനായി ആര് മാറി? അഗസ്തീൻ മാറി. അഗസ്തീൻ
വിശുദ്ധ അഗസ്തീനായി മാറി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ തിരിച്ചു പിടിക്കലാണ് അനുതാപം. എന്താണ് അനുതാപം എന്ന് പറഞ്ഞാൽ? നഷ്ടപ്പെട്ടു പോയ. പ്രിയമുള്ളവരെ, ഒരാളൊരു പാപാവസ്ഥയിലേക്ക് പോകുന്നത് ദൈവത്തിന്റെ സ്നേഹം ആ വ്യക്തിയിൽ നിന്ന്, ആ വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, ആ വ്യക്തിയിൽ ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്കെന്തില്ല? നമുക്കൊരു കുറവുകളും ഉണ്ടോ? നമുക്കൊരു കുറവുമില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ 100% നമ്മൾ രാവിലെ തന്നെ തുണിയൊക്കെ നല്ലതുപോലെ അയൺ ചെയ്ത് നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല കുളിച്ച് ഏറ്റവും കൂടിയ ചെരുപ്പൊക്കെ ഇട്ട് വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമ്മൾ പോകും. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടോ? എന്നാൽ കർത്താവ് നിന്റെ പെർഫ്യൂമിന്റെ മണമോ, നിന്റെ വസ്ത്രമോ, നീ ഇടുന്ന ചെരുപ്പോ, നീ യാത്ര ചെയ്യുന്ന വാഹനം വല്ലതും നോക്കുന്നോ? ഈശോ എവിടേക്കാ നോക്കുന്നത്? നിന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അതെ, തിരുഹൃദയത്തിന്റെ തിരുനാളിൽ കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ ഹൃദയം എന്റെ ഹൃദയത്തിന് ഒത്തതാക്കി നീ മാറ്റിയോ? എങ്ങനെയാ? നിന്റെ ഹൃദയം എന്റെ ഹൃദയത്തിന് ഒറ്റതാക്കി നീ മാറ്റിയോ? ഇല്ലെങ്കിൽ യേശുവിന്റെ തിരുഹൃദയത്തിനോട് ചേർന്നിരിക്കുവാനോ? യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടോ? എവിടെ ഹൃദയം ഇരിക്കുന്നത്? പുറത്താണ് ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടില്ലേ? ഈശോയുടെ തിരുഹൃദയം ആ ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ ഈശോയുടെ ഹൃദയത്തിന് മുകളിലേക്ക് എന്തുകൊണ്ടായിരിക്കാം? എന്നിട്ട് ആ ഹൃദയത്തിനകത്ത് ഒരു എന്തെങ്ങാണ്ട് ഇങ്ങനെ ചുറ്റി വരഞ്ഞിരിക്കുന്ന പോലെ എന്താണ്? മുള്ളുകൾ തറച്ചിരിക്കുക. എവിടുന്ന? ഈശോ പാപം ചെയ്തു വന്നതാണോ? എങ്ങനെയാ ഈ കിരീടത്തിനകത്ത് ഇത്രയും മുള്ളുകളും ഇങ്ങനെയൊക്കെ അവസ്ഥകൾ വന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാപങ്ങൾ ഓരോ ദിവസങ്ങളിലും കർത്താവിന്റെ ഹൃദയത്തിൽ എന്തായി മാറിക്കൊണ്ടിരിക്കുക? മുള്ളുകളായി തറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നത്, ഞാൻ എങ്ങനെയാ? ഞാൻ നീതിമാനാണ്. ഞാൻ ആരാ? ഞാൻ നീതിമാനാണ്. പ്രിയമുള്ളവരെ, എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം പെട്ടെന്നെടുത്ത്. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം. എഫേസോസ് 4:22 പെട്ടെന്ന് എടുക്കാമോ? നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയാ, കർത്താവിന്റെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന്റെ ഹൃദയം പോലൊരു ഹൃദയമായി മാറുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ, നിന്നിലെ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും. എങ്ങനെയാ? നിങ്ങളുടെ അപ്പൊ പഴയ ജീവിത രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ആദ്യ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന എന്റെ ജീവിതത്തിന്റെ പാപബന്ധനങ്ങളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ എനിക്ക് കിട്ടിയ പുതിയ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? എന്റെ പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ ആദ്യ മാതാപിതാക്കളിലൂടെ കിട്ടിയ പാപത്തിന്റെ പരിണിതമായ ജീവിതം. എന്നാൽ നസ്രയനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി മലയിലെ കുരിശിൽ, എങ്ങനെയാ? കുരിശിൽ എന്തായി തീർന്നു? അവൻ ബലിയായി തീർന്നു. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ടോ? എങ്ങനെയാ പങ്കെടുക്കുന്നത്? വിശുദ്ധ ബലി ആഘോഷത്തിൽ കുർബാനോ പങ്കെടുക്കുന്നത്? ഭയങ്കര അല്ലേ, അടിപൊളി ബലി എന്നൊക്കെയല്ലേ ഇന്നത്തെ പുതുതലമുറ എങ്ങനെ പറയുന്നത്? എങ്ങനെയാ? അടിപൊളിയായിരുന്നു. വിശുദ്ധ കുർബാന എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. വിശുദ്ധ ബലി എന്തായിരുന്നു? ആഘോഷം. നല്ല പാട്ടായിരുന്നു അല്ലേ? അച്ഛൻ നല്ലതുപോലെ നല്ല പാട്ടായിരുന്നു അച്ഛൻ്റെ, നല്ല ബലിയായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു അച്ഛൻ്റെത്. അതുപോലെ പിന്നെ കാഴ്ചവെപ്പിനൊക്കെ അനേകങ്ങള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, ഒരേ കളർ കോഡ് ഡ്രസ്സൊക്കെ ഇട്ട് എന്ത് മനോഹരമായിരുന്നു കാഴ്ചവെപ്പ് സമയങ്ങളൊക്കെ. ശരിയല്ലേ? അത്രത്തോളം അടിപൊളിയായിരുന്നു. അത്രത്തോളം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വിശുദ്ധ കുർബാന അടിപൊളിയാണോ? വിശുദ്ധ കുർബാന അടിപൊളിയാണോ? ആണോ? പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചമ്മട്ടി എന്ന് പറയുന്ന ഒരു സാധനം, അതിൽ മുഴുവൻ മുള്ളുകൾ പോലെ ആണികൾ തറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പടയാളി 2 കൈകളും അവനെ ഒരു കൽത്തൂണിൽ കെട്ടിയിട്ടിട്ട് ശരീരത്തിൽ ഒരു വസ്ത്രം പോലും ഇല്ലാത്തപ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ഈ ചമ്മട്ടി നല്ലപോലെ കറക്കി ആഞ്ഞു വീശിക്കൊണ്ട് നമ്മുടെ രക്ഷിതാവും സർവശക്തനുമായ ഈശോയുടെ മുതുകത്തേക്ക് ആഞ്ഞു വീശി അടിച്ചിട്ട് അത് വലിച്ചു പറിക്കുമ്പോൾ വേദന കൊണ്ട് അയ്യോ എന്ന് നിലവിളിച്ച കർത്താവിന്റെ മുന്നിൽ ഞാൻ പറയാണ്, കുർബാന അടിപൊളിയാണ്. എങ്ങനെയാ കുർബാന? എങ്ങനെയാ? അടിപൊളിയാണ്. കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറം കുത്തി മുറിച്ച് ആ ശരീരം പൊട്ടിയൊലിക്ക് രക്തം വരുമ്പോൾ ഞാൻ പറയാണ്, കുർബാന അടിപൊളിയാണ്. എങ്ങനെയാ? അടിപൊളി. പ്രിയമുള്ളവരെ, ലൈവായിട്ട് 2 പേര് കുർബാനയിൽ കണ്ടു നിന്നിരുന്നു. ആരൊക്കെയാ കുർബാന നേരിട്ട് കണ്ടു നിന്നിരുന്ന വ്യക്തികള്? പരിശുദ്ധ കന്യക മാതാവും യോഹന്നാനും. അന്ന് വരെ
എന്ന് വരെയാ. ഈശോയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് വരെ യോഹന്നാൻ എന്താ പറഞ്ഞെന്താ? യോഹന്നാൻ ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ ഞാൻ നശിപ്പിക്കട്ടോ എന്ന് ചോദിച്ച യോഹന്നാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം അവൻ എന്തായി മാറി? അവൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി മാറി. ആരായി മാറി? സ്നേഹത്തിന്റെ അപ്പോസ്തലനായി. ഈശോയോട് കുർബാന കണ്ടുകൊണ്ട് നമ്മൾ പറയാണ്, അടിപൊളിയാണ് കുർബാന. എങ്ങനെയാ? ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുർബാനയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഈശോ സഹിച്ചതും അവൻ വേദനിച്ചതും അവൻ മണിക്കൂറുകളോളം കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം ചുമന്നതും എനിക്ക് എന്തായി തോന്നുന്നു? എനിക്ക് അടിപൊളിയായി തോന്നുന്നു. എനിക്ക് അടിപൊളിയായി തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറ പറയുന്ന കുർബാന എന്ത് കുർബാനയാണ്? എന്ത് കുർബാനയാ? ആഘോഷമായിരുന്നു കുർബാന. ഞങ്ങളങ്ങ് ആഘോഷിച്ച്. പ്രിയമുള്ളവരെ, ഈശോ തന്റെ ശരീരത്തില് അവൻ വസ്ത്രങ്ങളൊന്നുമില്ലാതെയാണ് അവൻ കുരിശിക്കപ്പെട്ടത്. ശരീരത്തില് വസ്ത്രമൊന്നുമില്ലാതെ. എന്ന് കാഴ്ചവെപ്പിനും കുർബാനയ്ക്കും ഒക്കെ ഒരുങ്ങി വരുന്ന ജനങ്ങളുടെ കണ്ടിട്ടില്ലേ? പലരും ഇന്നും അടിപൊളി വസ്ത്രങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ അവരുടെ ഇട്ടേക്കുന്ന വസ്ത്രത്തിന് കയ്യൊന്നും ഇല്ല. വസ്ത്രത്തിന് കയ്യൊന്നുമില്ല. അവരത് ഒരാളാണോ? അനേകങ്ങൾ അതുപോലെയുള്ള മാറ്റി ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഭയങ്കര രീതിയിലാണ് അവർ കർത്താവിന്റെ മുന്നിലേക്ക് എന്തായി മാറിയ എന്ത് ചെയ്യുന്ന കാഴ്ച വസ്തുവായിട്ട് കടന്നില്ല. നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? നിന്റെ നഗ്നത മാറ്റുന്നതിന് വേണ്ടിയാണ് അവൻ നഗ്നനായി മാറിയതെന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ എന്താ ചിന്തിക്കുന്ന? എന്താ നീ ഇടുന്ന ഈ ഡ്രസ്സിലൂടെ മറ്റുള്ളവരെ ആസക്തികളാൽ കലുഷിതമാക്കി. ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ആ പഴയ മനുഷ്യനിലൂടെ അല്ല നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. നിന്റെ കാഴ്ച വസ്തുക്കളുമായി നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന് നിന്നോട് അനുതാപമുണ്ട്. കർത്താവിന് നിന്നോട് സ്നേഹത്തിന്റെ കുദാശയായി നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ നീ ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് വില കൂടിയതായിരിക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെയോ നിന്റെ ശരീരം മുഴുവനും കവർ ചെയ്യുന്ന വസ്ത്രമായിരിക്കണം. നിന്റെ ശിരസിൽ എന്ത് ചെയ്യണം? ശിരോവസ്ത്രം നീ ധരിച്ചിരിക്കണം. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവം അനുതാപമായി എൻ്റെ ജീവിതത്തിൽ മാറുവാൻ, എൻ്റെ ജീവിതത്തിൽ അനുതാപമുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ എനിക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപത്തിന്റെ നൈമാനിക സുഖങ്ങളിൽ യേശുവിൽ നിന്നും ഓടി ഒളിക്കുന്ന ജീവിതം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എന്തായി മാറില്ല. പ്രിയമുള്ളവരെ, ലോകത്ത് സകല ബന്ധനങ്ങളും അഴിയുന്നത് വിശുദ്ധ കുർബാനയിലാണ്. പക്ഷെ എനിക്ക് ബോധ്യമുണ്ടോ? പക്ഷെ ഞാൻ അവിടെ എന്തായി മാറുന്നത്? വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ ബന്ധനങ്ങളുടെ കണക്കുകൾ ഞാൻ എന്ത് ചെയ്യുന്ന കൂട്ടുകയാണ് ചെയ്യുന്നത്. പാപത്തിന്റെ ആലോചിച്ച് നോക്ക്. എന്നെ കണ്ടുകൊണ്ട്, എൻ്റെ വസ്ത്രം കണ്ടുകൊണ്ട്, എൻ്റെ ഒരുങ്ങി വരുന്ന എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് വേറൊരു വ്യക്തിക്ക് ഒരാസക്തിയായി അവരുടെ ജീവിതത്തിൽ എന്നെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പാപമാണ് ചെയ്യുന്നത്? അല്ല. പിന്നെയോ ഞാൻ പാപം ചെയ്യുന്നു. അതുകൂടാതെ വേറൊരാളെ പാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രേരണ കൂടി ഞാൻ ചെയ്യാണ്. പ്രിയമുള്ളവരെ, ഇതൊന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു മേഖലയല്ല. അനുതപിക്കണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, അനുതപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗ്ഗം സന്തോഷിക്കുന്നു.